ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ഷൻസ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രോയിങ്ങിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് പ്രൊജക്ഷൻസ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. അപ്പോൾ എന്താണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് ആദ്യം അറിയണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് പ്രൊജക്ഷൻസ് എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എന്താ അറിയാവുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനെ കുറിച്ച്? എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. അതായത് ഒരാളുടെ മനസ്സിലുള്ള ആശയത്തെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുക. എൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്, അത് വേറൊരാളിലേക്ക് പകർന്നു കൊടുക്കുക. അതിന് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഏതെന്നുള്ളത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നുള്ളത്. അത് ഈ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ് എല്ലാ സ്ഥലങ്ങളിലും. ഇവിടെ നമ്മളൊരു ഉപയോഗിക്കുന്ന അതേ ഡ്രോയിങ് മറ്റൊരു സ്ഥലത്ത് ചെന്നാൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാനും മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ ലാംഗ്വേജ് ആണത്. അതായത് ചിത്രത്തിന്റെ സഹായത്തോടെയാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ ലാംഗ്വേജ് ആണ്. എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ലാംഗ്വേജ് ആണ് ഇതെന്ന് പറയുന്നത്, ഈ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇനി ഈ എന്താണ് പ്രൊജക്ഷൻ? അപ്പോൾ നമുക്ക് ഡ്രോയിങ് എന്താ പറഞ്ഞത്, പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ദി ഇമേജ് ഓഫ് ആൻ ഒബ്ജെക്ട് ഓൺ എ പ്ലെയിൻ സർഫേസ് ആസ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ബൈ എ വ്യൂവർ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തോ വലിയ സാധനമാണെന്നല്ലേ. അത്ര വലിയ സാധനമൊന്നുമല്ല ഇത്. ഇതൊന്നുമില്ല. ഒരാൾ ഒരു സാധനത്തെ മുൻവശത്ത് നിന്ന് കാണുമ്പോൾ, അതിനെ ഒരു വശത്ത് നിന്ന് നോക്കി കാണുമ്പോൾ എന്താണോ അയാൾക്ക് കാണാൻ പറ്റുന്നത് അത് ഒരു പ്ലെയിനിൽ, അതായത് ഒരു സർഫേസിൽ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫേസിൽ വരച്ചാൽ എങ്ങനെയിരിക്കും. അതായത് ഞാനൊരു സാധനം ഒരു വശത്തു നിന്ന് അതിനെ നോക്കുന്നു, അപ്പൊ എനിക്ക് കാണുന്ന ആ പോർഷൻസ്, ആ ഭാഗത്തെ ഞാനതൊരു പ്ലെയിൻ ആയിട്ടുള്ള സർഫേസിലേക്ക് ഞാൻ വരയ്ക്കുകയാണ്. ഈ വരയ്ക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല പ്രൊജക്ഷൻ. ഓക്കെ, ഇനി അതിന് വേറെ രീതിയിൽ പറഞ്ഞാലോ, എ പ്രൊജക്ഷൻ ഈസ് ആൻ ഇമേജ് ഓഫ് ആൻ ഒബ്ജെക്ട് ത്രോൺ അപ്പോൺ എ പിക്ചർ പ്ലെയിൻ ബൈ മീൻസ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ഓർ വിഷ്വൽ റേസ്. അപ്പൊ എന്താണ് വിഷ്വൽ റേസ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഈ ഒരു ക്യൂബ് എടുത്തു അല്ലെ. ഈ ക്യൂബ് നമുക്ക് ഇതിന്റെ വശങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഹൈറ്റ് അറിയാൻ പറ്റും, ഇതിന്റെ വീതി അറിയാൻ പറ്റും, അതായത് വിഡ്ത്ത് അറിയാൻ പറ്റും, ഇതിന്റെ ലെങ്ത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതിന് പറയുന്ന ഒരു പേരാണ് 3D ഒബ്ജക്റ്റ് എന്ന് പറയാം. 3 ഡയമെൻഷണൽ വ്യൂ എന്ന് പറയാം. 3 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ നമുക്കറിയാം, നീളം, വീതി, ഹൈറ്റ്. അതേസമയം നമ്മൾ ഇതിനെ ഇപ്പൊ നോക്കൂ, ഞാനിവിടെ ഈ വശത്തുനിന്ന്, അതായത് ഈ ആരോ കാണുന്ന വശത്തുനിന്ന് ഞാൻ ഇതിനെ നോക്കുക എന്ന് വിചാരിച്ചോ. ഈ ആരോ കാണുന്ന വശത്തു നിന്ന് ഞാൻ ഇതിനെ നോക്കുന്നു. ഈ ഒരു ഭാഗമാണ് എനിക്കപ്പോൾ ഇതെന്റെ മുഖത്തിന് നേരെ പിടിച്ചിട്ട് ഞാൻ നോക്കുകയാണ്. അതായത് എന്റെ മുഖത്തിന് നേരെ ഇത് പിടിച്ചു ഞാൻ ആകെ കാണുന്ന ഭാഗം ഈ ഒരു സ്ക്വയർ ഭാഗം മാത്രമാണ്. അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അതായത് പ്ലെയിൻ ആയിട്ടൊരു ഭാഗത്ത് ഞാൻ ഈ സ്ക്വയർ വരച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുന്നതിന് നമ്മൾ പറഞ്ഞൊരു പേരുണ്ട്, ഫ്രണ്ട് വ്യൂ. മുൻവശത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്ത് കാണുന്നോ അത് ഒരു പ്ലെയിനിലായിട്ട് ഭാഗത്ത് വരയ്ക്കുന്നു. ഇനി രണ്ടാമത്തത്, ഇനി ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുകയാണ്. ഈ നീല ആരോ കാണിച്ച ഭാഗത്തു നിന്ന്, ഈ നീല ആരോ കാണിച്ച് ഞാൻ ഇതിനെ നോക്കുകയാണ്. മുകളിൽ നിന്ന് അപ്പൊ എന്റെ മുഖം, എന്റെ തലഭാഗം എവിടെയാണ്, മുകളിലാണ്. മുകളിൽ നിന്ന് ഞാൻ നോക്കുകയാണ്. അപ്പൊ എന്ത് കാണുന്നു, അതാണ് ഈ താഴെ വെച്ചിരുന്ന നീല കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന ഈ സ്ക്വയർ ആണ് ഞാൻ കാണുന്നത്. അതായത് ഇതിന്റെ മുകൾ ഭാഗം ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നു. ഇനി വീണ്ടും നമ്മൾ ഇതിന്റെ ഈ സൈഡിൽ നിന്ന് നോക്കുകയാണ്. ഈ സൈഡിൽ നിന്ന് നോക്കുകയാണ്, അതായത് ഈ സൈഡിൽ നിന്ന് നോക്കുകയാണ്, ഈ ആരോ ഇട്ടിരിക്കുന്ന ഈ സൈഡിൽ നിന്ന്. അപ്പൊ എനിക്ക് എന്ത് കാണും, ഈ ഒരു സ്ക്വയർ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു ദീർഘചതുരം മാത്രമാണ് എന്ത് ചെയ്യണേ, എനിക്ക് ഇവിടെ റെക്ടാങ്കിൾ മാത്രമാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, ഇവിടെ കാണാൻ പറ്റുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഞാൻ ഏത് വശത്തു നിന്ന് നോക്കുന്നോ ആ ഭാഗത്തെ ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുക. ഇതിനാണ് എന്ത് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുക. മനസ്സിലായോ? പ്രൊജക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഒരു ഒബ്സർവർ ഒരു വസ്തുവിനെ നോക്കി കാണുന്ന ആ ഭാഗത്തെ എങ്ങനെയാണോ കാണുന്നത് അതിനെ ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുക. ഏത് സർഫസ് ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചുമരായിക്കോട്ടെ, എനിവേ ഏത് പ്ലെയിൻ ആണെങ്കിലും, ഏതൊരു സ്ഥലത്ത് ഇതാണെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് പ്ലെയിൻ സർഫസിൽ വരയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയാം. അപ്പൊ പ്രൊജക്ഷനുള്ള ഒരു പ്രത്യേകത എന്താ, ഇതിൽ 2 ഡയമെൻഷനേ കിട്ടുള്ളൂ. 2 ഡയമെൻഷൻ, അതായത് 3 ഡയമെൻഷനിൽ നിന്ന് 2 ഡയമെൻഷനിൽ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ നോക്കൂ, ഇത് ഒന്നിൽ വീതി കിട്ടും അല്ലെങ്കിൽ ഹൈറ്റ് കിട്ടും. ഇതിനകത്ത് നീളം കിട്ടും അല്ലെങ്കിൽ ഹൈറ്റ് കിട്ടും. ഇതിനകത്ത് വീതി കിട്ടുന്നുണ്ടോ ഈ ചിത്രത്തില്? ഫ്രണ്ട് വ്യൂ എന്ന് നമ്മൾ പറഞ്ഞ ചിത്രം ഇല്ല. ഇതിൽ നോക്കൂ, ഇതിൽ നമ്മുടെ ഇതിന്റെ വീതി ഉണ്ട്, ഹൈറ്റും ഉണ്ട്. ഏതില്ല, നീളം എത്രയുണ്ടെന്നുള്ള അറിയില്ല നമുക്ക് അല്ലെ. അപ്പൊ ഇതിൽ നോക്കൂ, ഇതിലെന്താ ഉള്ളത്, നമുക്ക് ഹൈറ്റ് എത്രയുണ്ടെന്ന് അറിയില്ല, വീതിയുണ്ട്, നീളമുണ്ട് അല്ലേ, ശരിയല്ലേ?
അപ്പോൾ ഇനി ഇതിനാണ് നമ്മൾ പറയുന്നത് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്, പ്രൊജക്ഷൻ. ഇനി പ്രൊജക്ഷൻസ് നമ്മൾ പല രീതിയിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഉണ്ട്, പാരലൽ പ്രൊജക്ഷൻ എന്ന് രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും തരംതിരിച്ചേക്കുന്നത്. അപ്പോൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ തന്നെ പാരലൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, ആംഗുലർ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഒബ്ലിക് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇനി പാരലൽ പ്രൊജക്ഷനിൽ ഒബ്ലിക് ഉണ്ട്, ഓർത്തോഗ്രാഫിക് ഉണ്ട്. ഈ ഒബ്ലിക്കിൽ തന്നെ കാവലിയർ ഉണ്ട്, ക്യാബിനറ്റ് ഉണ്ട്, ജനറൽ ഉണ്ട്. ഓർത്തോഗ്രാഫിൽ നമുക്ക് അനോക്സിമെട്രിക് ഉണ്ട്, ആക്സോണോമെട്രിക് ഉണ്ട്, ഐസോമെട്രിക്, ഡൈമെട്രിക്, ട്രൈമെട്രിക് ഉണ്ട്. പിന്നെ മൾട്ടിവ്യൂ ഉണ്ട്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുക പെർസ്പെക്റ്റീവ് എന്താണെന്ന് പഠിക്കും, പാരലൽ എന്താണെന്ന് പഠിക്കും, അതിൽ ഓർത്തോഗ്രാഫിക് പഠിക്കും, മൾട്ടിവ്യൂ പഠിക്കും, അതിൽ ഫസ്റ്റ് ആംഗിളും പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും നമ്മൾ ഈ വർഷങ്ങളിൽ നമുക്ക് പഠിക്കുക. അപ്പോൾ അത് ഓരോന്ന് എന്താണെന്നുള്ള വരുന്നതിൽ നോക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷൻ ആണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. എന്താണ് പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷൻ? ഒരു പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലെയിൻ എന്താണ്? അപ്പോൾ നമ്മൾ നോക്കാം. ഈ നേരത്തെ നമ്മൾ കണ്ട ക്യൂബ് അല്ലേ, ഇതൊരു സ്പേസിൽ ഇരിക്കുകയാണ്, ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ഈ ക്യൂബ് എന്നുള്ളത് ഒരു സ്പേസിൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഇരിക്കുന്ന ഈ ക്യൂബ് എവിടെയാ ഇരിക്കണേ നമുക്ക് ഒരാളോട് പറഞ്ഞു മനസ്സിലാക്കാൻ എന്താ ചെയ്യുക? നമുക്കൊരു ഐഡിയ ഇല്ലല്ലേ, ഇത് എവിടെയോ സ്ഥലത്ത് ഇരിക്കുകയാണ്, എവിടെയാ ഇരിക്കണേ അറിയില്ല. അതേസമയം ഞാനിത് പറയാണ്, ഇത് നോക്കൂ, ഞാനൊരു എക്സ് വൈ ലൈൻ വരച്ചു. എന്നിട്ട് ഞാൻ പറയാണ് ഈ എക്സ് ലൈനിൽ നിന്ന് ഇത്ര ദൂരെ ആണ് ഇതിന്റെ ഈ പോയിന്റ് ഇരിക്കുന്നത്, വൈയിൽ നിന്ന് ഇത്ര ഹൈറ്റിലാണ് ഈ പോയിന്റ് ഇരിക്കുന്നപ്പോൾ എനിക്കൊരു മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ഈസിയായി. അപ്പൊ അയാൾ കേൾക്കുന്ന ആൾക്കും മനസ്സിലായി അത് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നത് വരെ, ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര ഇതുവരെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു തറയാണെന്ന് വിചാരിക്കുക. ഈ വൈ ലൈൻ എന്ന് പറയുന്നത് ഒരു തറയാണ്. അപ്പൊ തറയിൽ നിന്ന് ഇത്ര ഉയരത്തില്. ഇനി എക്സ് എന്ന് പറയുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ചുമരാന്ന് വിചാരിക്കുക, ഒരു ചുമരാണ്. അപ്പൊ റൂമിൽ എവിടെയാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്, അപ്പൊ തറയിൽ നിന്ന് ഇത്ര ഉയരത്തില്, ഈ ചുമരിൽ നിന്ന് ഇത്ര മാറി. അപ്പൊ നമുക്ക് ആ വസ്തു എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേ സാധനം തന്നെയാണ് നമ്മൾ പ്രൊജക്ഷനിൽ നമ്മൾ പ്ലെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. അതായത് ഒരു വസ്തു എവിടെ ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന പ്ലെയിനുകളെ പറയുന്ന പേരാണ്. പ്രധാനമായിട്ടും രണ്ട് പ്ലെയിനുകളാണ് നമ്മൾ പറയാം. ഒന്ന് വെർട്ടിക്കൽ പ്ലെയിൻ. ഏതാണ്? വെർട്ടിക്കൽ പ്ലെയിൻ. അതിന് പറയാൻ നമ്മൾ വേറെ പേരുണ്ട്, വി പി എന്ന് പറയും. എന്താ പറയാ? വി പി. അപ്പൊ വി പി ഏതാ? ഈ കുത്തനെ നിൽക്കുന്നത്, അതായത് ലംബമായിട്ട് നിൽക്കുന്നത്, വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത്, കുത്തനെ നിൽക്കുന്നത്, അതിനാണ് എന്ത് പറയാ? വി പി, വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയും. ഇനി അടുത്ത പ്ലെയിൻ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. എച്ച് പി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ എങ്ങനെയാ? തിരശ്ചീനമായിട്ട് അല്ലെങ്കിൽ പരന്ന് കിടക്കുന്ന പ്ലെയിൻ. ഇതാണ് എച്ച് പിയും വി പിയും. ഇനി ഒരു പ്ലെയിനും കൂടി ഉണ്ട്, അത് ഇതിന്റെ പുറകിലായിട്ട് വരും. അതായത് എച്ച് പിക്കും വി പിക്കും പുറകിലായിട്ടോ അല്ലെങ്കിൽ മുന്നിലായിട്ടോ ലംബമായിട്ടോ അല്ലെ കുത്തനെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്ലെയിനും കൂടി ഉണ്ട്. അതിന് പറയുന്ന പേരാണ് പി പി അല്ലെങ്കിൽ പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയും. എന്താ പറയാ? പ്രൊഫൈൽ പ്ലെയിൻ. ഇനി നമുക്ക് ഈ പ്ലെയിനിന് നമ്മൾ മൊത്തത്തിൽ പറയുന്ന ഒരു പേരുണ്ട്, റഫറൻസ് പ്ലെയിൻ എന്ന് പറയാ, അല്ലെങ്കിൽ വേറെ പേരുണ്ട് പ്രിൻസിപ്പിൾ പ്ലെയിൻ എന്ന് പറയും. എന്ത് പറയും? പ്രിൻസിപ്പിൾ പ്ലെയിൻ അല്ലെങ്കിൽ റഫറൻസ് പ്ലെയിൻ എന്ന് പറയും. അപ്പൊ ഇതിനെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു വസ്തു ഈ പ്ലെയിനിന് എവിടെയാണ്, എത്ര ദൂരം മാറിയിട്ടാണ്, മുന്നിലേക്കാണ് പുറകിലേക്ക്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുക, ഒരു വസ്തു എവിടെ ഇരിക്കുന്നത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ വസ്തുവിന്റെ പ്രൊജക്ഷൻ വരയ്ക്കുക. എന്താ പ്രൊജക്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ആ വസ്തുവിനെ നോക്കുമ്പോൾ എന്താണോ കാണുന്നത് അത് ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുക. അപ്പൊ അതിന് പ്രതലം വേണമല്ലോ. അതാണ് ഏതെന്നുള്ളത് ഈ വി പി അല്ലെങ്കിൽ എച്ച് പി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് വീഡിയോ പലവട്ടം കാണുക. നമുക്ക് ഇതിൻ്റെ ഒരു ബേസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സേഫായിട്ടിരിക്കുക. സ്റ്റേ സേഫ്. താങ്ക് യു.